ഇന്നിപ്പോൾ ഇതേ മാറ്റി പുറപ്പെട്ടു പോണത് വേറെ എങ്ങോട്ടേക്കല്ല, ഹോസ്പിറ്റലിലേക്കാണ്. രാവിലെ തന്നെ ഇന്ന് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ വേറെ എങ്ങോട്ടല്ല, നമ്മുടെ കൊരമ്പേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്മ വർക്ക് ചെയ്യണത് കൊരമ്പയിലാണ്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മ എവിടെയാണ് വർക്ക് ചെയ്യണതെന്ന്. അപ്പോൾ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ്മാരായിരിക്കും കേട്ടോ ചോദിച്ചിട്ടുണ്ടാവുക. നമ്മുടെ അമ്മ കൊരമ്പയിലാണ് കേട്ടോ വർക്ക് ചെയ്യണത്. കൊരമ്പയിൽ ഓട്ടീൻ്റെ ഉള്ളിലാണ് കേട്ടോ, അറ്റൻഡറായിട്ടാണ് വർക്ക് ചെയ്യണേ കേട്ടോ. അപ്പോൾ അമ്മ നേരത്തെ പഞ്ച് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അമ്മ ഓടിക്കതച്ച് വീണ്ടും ലാബിനകത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞതാണ്, ഞങ്ങൾ അമ്മ പൊയ്ക്കോ, അമ്മയുടെ ഡ്യൂട്ടി ടൈം ആയി വരുന്നുണ്ട്, അപ്പോൾ പൊയ്ക്കോളാൻ പറഞ്ഞതാണ്. അപ്പം അമ്മയ്ക്ക് എന്തായാലും എന്നെ ഒറ്റയ്ക്കിട്ടിട്ട് അമ്മ പോകില്ല, അമ്മയ്ക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ കുത്ത് കണ്ടതിന് ശേഷമാണ് അമ്മ പോകുള്ളൂ. എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ, കാരണം കുറേ ആയി ഒരു ബ്ലഡൊന്നും എടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷനൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറേ ആയതുകൊണ്ടൊരു പേടിയെ കുത്തുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ ചെറുതായിട്ട്. അങ്ങനെ രാവിലെ തന്നെ കുത്തൊക്കെ മേടിച്ചത് പുറത്തേക്ക് ഇറങ്ങി വന്ന രംഗമാണ് ഇട്ടത്. ചെറുതായിട്ടൊരു വേദന, ഒരു കടച്ചിൽ തോന്നിയിട്ട് അത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉണ്ടല്ലോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും നമ്മളെ അറിയാം കേട്ടോ. അമ്മ ഇവിടെ വർക്ക് ചെയ്യണമുള്ളത് കൊണ്ടേ എല്ലാവർക്കും നമ്മളെ അറിയാം, എല്ലാ സ്റ്റാഫുകൾക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങോട്ട് വരാൻ ഭയങ്കര ചടപ്പാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് നേരെ വീട്ടിലേക്കാണ് പോണത്. അമ്മ അങ്ങനെ ഡ്യൂട്ടിക്കും കയറിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വീട്ടിൽ പോവുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഇത്തരം ഡ്യൂട്ടിക്ക് പോവുക, അങ്ങനെയൊക്കെയുള്ള പണികളാണ്. കാരണം വീട്ടിലത്തെ പണികൾ ഇനിയൊന്നുമില്ല കേട്ടോ. അതൊക്കെ രാവിലെ നമ്മൾ ഒതുക്കിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോയത്. അങ്ങനെ അയിത്തേട്ടൻ ദേ ചായ വെച്ചു. അപ്പോഴത്തേനും ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ മാറി വന്നു കേട്ടോ. ഇന്ന് നമുക്ക് ചപ്പാത്തിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. ചപ്പാത്തി മീൻകറിയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മുട്ട പുഴുങ്ങിയതുണ്ട്. ഡെയിലി നമുക്ക് നേന്ത്രപ്പഴവും മുട്ട പുഴുങ്ങിയതാണല്ലോ. അപ്പം ഇന്നൊരു മാറ്റം പിടിക്കാമെന്ന് വിചാരിച്ച് അമ്മ ചപ്പാത്തി ഉണ്ടാക്കുമെന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. അങ്ങനെ അതൊക്കെ കഴിക്കുകയാണ്. കുറുപ്പ് സിനിമ വെച്ചിട്ടുണ്ട് കേട്ടോ ഫോണിൽ. അത് കണ്ടിട്ടാണ് നമ്മൾ ചായ കുടിക്കുന്നത് കേട്ടോ. അങ്ങനെ ദേ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ വന്നപ്പം അയിത്തേട്ടൻ പറഞ്ഞു, നീ പാത്രം കഴുകണ്ട, ഞാൻ പാത്രം കഴുകിക്കോളാന്ന്. രാവിലെ തന്നെ കുത്തു കൊണ്ടത് കൊണ്ടാണെന്ന് തോന്നുന്നു, മൂപ്പർക്കൊരു സഹതാപം, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ പാത്രം എല്ലാം കഴുകി തന്നിട്ട് നേരെ പുറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇനി അയിത്തേട്ടൻ പോവുകയാണ്. അപ്പോൾ പോണതിന് മുന്നേ ജസ്റ്റ് ചെടി ഒന്ന് നനയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ അവിടെ. കഴിഞ്ഞ ദിവസം എന്തായിത്തേട്ടൻ നമ്മൾ അവിടെ ഒരു മീൻകൾ ഉണ്ടാക്കണത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കഴിഞ്ഞൊരു വ്ളോഗിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ഈ പുല്ലിങ്ങനെ പിരിച്ച് കുത്തി വെച്ചിട്ടുണ്ടായിത്തേട്ടൻ. അപ്പോൾ അവിടെ എന്നും ഡെയിലി ഇങ്ങനെ നനച്ചു കൊടുക്കണം 2 നേരം. അപ്പോൾ അതിങ്ങനെ നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നേരെ അയിത്തേട്ടൻ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അയിത്തേട്ടൻ പറഞ്ഞയച്ച് ഗേറ്റൊക്കെ അടച്ചിട്ട് വേണം എനിക്കിനി ഉള്ളിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ചോറിനാൻ വേണ്ടി വരുന്ന കാര്യം അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നും പോകുമ്പോൾ ചോദിക്കുക എന്താണെന്നൊക്കെ അറിയുന്നത്. അപ്പോൾ അതറിഞ്ഞിട്ട് വേണം ഉച്ചയ്ക്ക് മൂപ്പർക്ക് ചോറിനാൻ വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ സ്വഭാവമുള്ള കെട്ടിയന്മാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ ബൈ ബൈ, സീ യു.